നമസ്കാരം. 2025 നവംബർ 30 ഡിസംബർ 1 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ നവംബർ 29 രാത്രി 8:33 PM മുതൽ ഡിസംബർ 1 രാത്രി 11:18 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. എല്ലാവർക്കും ഗുരുവായൂർ ഏകാദശി ആശംസകൾ. പിന്നെ ഈ ദക്ഷിണ തരുന്ന ഒരു ആചാരമുണ്ട് ജ്യോതിഷം പറയുന്നതിന്. ഞങ്ങളത് പണമായിട്ട് ചോദിക്കുന്നതിന് പകരം ദയവേത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിൽ മറുപടി പറയുന്നതാണ്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ദയവേത് ഫോൺ വിളിക്കുകയും ചെയ്യരുത്, മിസ്ഡ് കാൾ ചെയ്യുകയും ചെയ്യരുത്. ഇന്ന് ഈ ദിവസങ്ങളിൽ 4 രാശിക്കാർക്ക് അത്യധികം ഗുണാധിക്യമുണ്ട്. 5 രാശിക്കാർക്ക്. അതേസമയം 2 രാശിക്കാർക്ക് അത്യധികം ദോഷാധിക്യവും ഉണ്ട്. അപ്പോൾ അത് ഈ രാശികളുടെ എല്ലാം പ്രത്യേകം വീഡിയോ ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി ചെയ്യാൻ പറ്റുമോ അറിയില്ല, സമയക്കുറവ് കാരണം. എങ്കിലും ശ്രമിക്കാം. ആദ്യം നമുക്ക് അത്യധികം ദോഷാധിക്യമുള്ള 2 രാശിക്കാരുടെ കാര്യം ആദ്യം പറയാം. ആദ്യം മേടം രാശി തന്നെയാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. 3 ഗ്രഹങ്ങൾ അനുകൂലമായിട്ടുണ്ട്. എങ്കിലും ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഗ്രഹങ്ങളെല്ലാം തന്നെ പ്രതികൂലമാണ്. ഒന്നാമതായിട്ട് സൂര്യനും ചൊവ്വയും അഷ്ടമത്തിൽ നിൽക്കുന്നു. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. ബുധനും പ്രതികൂലമാണ്. ചന്ദ്രൻ പ്രതികൂലമാണ്, 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് നിൽക്കുന്നു. ശനിയും പ്രതികൂലമാണ്, 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് നല്ല കാലമല്ല, ദിവസങ്ങളല്ല. അതുപോലെ തന്നെ നാവ് പിഴ വരാം. ബുധൻ പ്രതികൂലമാണ്. അത് ജീവിത പങ്കാളിയുമായിട്ട് ഉള്ള സംസാരത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ കാര്യം 7ാം ഭാവത്തിലാണ് ബുധൻ വന്ന് നിൽക്കുന്നത്. ശുഭഗ്രഹമാണ്, വലിയ ദോഷമൊന്നും ചെയ്യില്ല. എങ്കിലും ഇവർക്ക് ഈ ദിവസങ്ങളിലും ധനവരവൊക്കെ ഉണ്ടാവും. എങ്കിലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും. അത് മാത്രമല്ല, വരുന്ന പണം അത്യാവശ്യമില്ലാതെ ചിലവഴിച്ച് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. ഓക്കെ. തീർച്ചയായിട്ടും ഇവർ ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക് അതുപോലെ തന്നെ ശിവന്, അയ്യപ്പന് വഴിപാടുകൾ നടത്തുക. ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ശിവന് വഴിപാടുകൾ നടത്തുക. ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. പൊതുവെ മേടം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി ദോഷാധിക്യമുള്ള മറ്റൊരു രാശി എന്ന് പറയുന്നത് ചിങ്ങം രാശിയാണ്. മകം, പൂര, ഉത്രം ആദ്യ പാദം. ഇവർക്ക് 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. എങ്കിലും ഇവർക്ക് ഡിസംബർ 5-ാം തീയതി വ്യാഴം അനുകൂലമാകുന്നതോടെ കാര്യങ്ങൾ മാറി മറിയും.
ഇവർ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. തിങ്കളാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ചിങ്ങം രാശിക്ക് അത്യധികം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ ഉള്ള രാശിക്കാരുടെ കാര്യം ഇനി പറയാം. ഇടവം രാശി, കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവം രാശിക്ക് 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായും 3 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായും, അതുപോലെ തന്നെ 3 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു. അതിൽ തന്നെ ചന്ദ്രനും ശനിയും 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. ഏത് രംഗങ്ങളിലും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നെങ്കിലും അതുവഴി നേട്ടമുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ബൗദ്ധിക മേഖലയിൽ ഇവർക്ക് നേട്ടമുണ്ടാവും. സാങ്കേതിക രംഗത്തും ഇവർക്ക് നേട്ടമുണ്ടാവും. ചൊവ്വാഴ്ച മുരുകന്, വെള്ളിയാഴ്ച മഹാലക്ഷ്മിക്ക്, ഞായറാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക. ഇനി കർക്കിടകം രാശി, ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് കാണുന്നത്. ഇവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തിയ വ്യാഴാഴ്ച, സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രത്തിലും എല്ലാ ദിവസവും ദർശനം നടത്തുക. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമെങ്കിലും ഇവർക്ക് 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് വരുന്നു. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഇനി ഗുണദോഷ സമ്മിശ്രമായിട്ട് വരുന്ന രാശി എന്ന് പറയുന്നത് വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് സൂര്യൻ, ചൊവ്വ, ബുധൻ ഇവ പ്രതികൂലമാണ്. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ശുക്രനും വ്യാഴവും ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമാണ്. ശുക്രനും വ്യാഴവും കൂടി നിങ്ങൾക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. എങ്കിലും ഇതിനൊക്കെ ഗുണഫലങ്ങൾക്കൊരു പരിധിയുണ്ടാവും. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ഗുണദോഷ സമ്മിശ്രമായ മറ്റൊരു രാശി എന്ന് പറയുന്നത് ധനുരാശിയാണ്. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അത് സ്വാധീനം കൂടുതലുള്ള ഗ്രഹങ്ങളാണ്. ശനി, വ്യാഴം, ചൊവ്വ, സൂര്യൻ. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള മറ്റൊരു രാശി കുംഭം രാശിയാണ്. അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം.
കുംഭം രാശിക്ക് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാകും. അവരുടെ 10ാം ഭാവത്തിൽ സൂര്യൻ, ശുക്രൻ, ചൊവ്വ ഇവ നിൽക്കുകയാണ്. അപ്പോൾ കർമ്മഭാവത്തിൽ ഭാഗ്യപുഷ്ടി ഉണ്ടാവും. തൊഴിൽപരമായിട്ട് നേട്ടം അത് ഈ വൃശ്ചിക മാസം മുഴുവൻ ഉണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം, അതുപോലെ തന്നെ പിതൃസ്വത്ത് ലഭിക്കാം. ചൊവ്വയും സൂര്യനും ശുക്രനും കൂടി ഇവർക്ക് നേട്ടം ഉണ്ടാക്കി കൊടുക്കും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ ഇവ പ്രതീക്ഷിക്കാം. ഇവർ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ, ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് നന്നായിരിക്കും. ഇനി ഗുണാധിക്യമുള്ള രാശിക്കാർ. മീനം രാശി, പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് 5 ഗ്രഹങ്ങൾ അനുകൂലമാണ്. പ്രതികൂലമായിട്ട് ശനി, സർപ്പം ഇവ നിൽക്കുന്നു. ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു. അഞ്ച് ഗ്രഹങ്ങൾ ഇവിടെ അനുകൂലമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ ശുക്രൻ, ബുധൻ, ശിഖി, വ്യാഴം, ചന്ദ്രൻ ഇവ ഉൾപ്പെടുന്നു. 5 ഈ ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുമ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും ബന്ധങ്ങൾ ഊഷ്മളമാവും. ഗൃഹലാഭം, ഭൗതിക സുഖങ്ങൾ ലഭിക്കുമെന്ന് പറയുന്നതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ പറഞ്ഞത്. ഗൃഹലാഭം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വാഹനലാഭം, അങ്ങനെയുള്ള ഭൗതിക സുഖങ്ങൾ ലഭിക്കും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ മീനം രാശിക്ക് ഈ ഡിസംബർ 5 വരെ അല്പം ഭാഗ്യമുള്ള സമയമാണ്. ഞാനത് എടുത്തു പറയുന്നത് ഈ ഡിസംബർ 5-ന് ശേഷം ഇവർക്ക് പഴയ പോലെ കുറേ നാൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും ആണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ. അപ്പോൾ മീനം രാശിക്കാർ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഈ ദിവസങ്ങളിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. കാര്യം അപ്രതീക്ഷിതമായിട്ട് ലഭിക്കുന്ന ഗുണാധിക്യമുള്ള 2 ദിവസങ്ങളാണിത്. കഴിവതും ഡിസംബർ 5-ന് മുമ്പായിട്ട് തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇനി 4 ഗുണാധിക്യമുള്ള രാശിക്കാർ. മിഥുനം രാശി. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർത ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇവർക്ക് പക്ഷേ ഡിസംബർ 5-ന് ശേഷം വ്യാഴം പ്രതികൂലമാവും. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഡിസംബർ 5-ന് മുമ്പ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. ഇവർക്ക് ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ളത്. അപ്പോൾ ഇവർ വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, പിതൃസ്വത്ത് ലഭിക്കാം. പിതൃസ്വത്തിൽ നിന്ന്
നേട്ടങ്ങൾ കൃഷി വഴിയോ റിയൽ എസ്റ്റേറ്റ് വഴിയോ നേട്ടങ്ങൾ ഉണ്ടാവാം. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച. വൃശ്ചിക മാസം മുഴുവൻ തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം. നിയമപരമായ കാര്യങ്ങളിൽ നേട്ടം. പൊതുവെ മിഥുനം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി കന്നിരാശി. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ഇടിവെട്ട് സൗഭാഗ്യമുള്ള ദിവസങ്ങൾ തന്നെയാണ്. 8 ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു. ശനി മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് 7ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ജീവിത പങ്കാളിയായിട്ടുള്ള ബന്ധം വളരെ പക്വതയോടെ കൈകാര്യം ചെയ്യുക. ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച. പിന്നെ 8 ഗ്രഹങ്ങൾ അനുകൂലമാണ്. ഇവർക്ക് എന്തും നേടിയെടുക്കാൻ പറ്റുന്ന ദിവസങ്ങളാണ്. ഭൗതിക സുഖങ്ങൾ, ഗൃഹലാഭം, വാഹനലാഭം, അതുപോലെ തന്നെ തീർത്ഥയാത്രകൾക്ക്, അതുപോലെ തന്നെ ഉല്ലാസയാത്രകൾക്കൊക്കെ പോകാൻ അവസരമൊരുങ്ങും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ പിതൃസ്വത്ത് ലഭിക്കാം. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം. ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച. കലാസാഹിത്യ രംഗത്തും ഉയർച്ച. തൊഴിൽപരമായിട്ട് നേട്ടം. അതുപോലെ തന്നെ സന്താന നേട്ടം, പിതൃഗുണം, അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച. ചുരുക്കത്തിൽ കന്യരാശിക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. പക്ഷെ ഇതെല്ലാം നേടണമെങ്കിൽ ഈശ്വരനുമായിട്ട് ചേർന്ന് തന്നെ മതിയാവും. ഓക്കെ. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. സൂര്യനും ചൊവ്വയും ഇൻഡയറക്റ്റായിട്ട് അനുകൂലമാണ്. ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും സൂര്യനും ചൊവ്വയും. ബുധൻ പ്രതികൂലമാണ്. അപ്പോൾ നാവ് പിഴ ശ്രദ്ധിക്കുക. ഓക്കെ. പ്രത്യേകിച്ച് സംസാര കലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ വളരെയധികം സൂക്ഷിക്കുക. കാര്യം ബുധൻ ജന്മത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാവ് പിഴ വളരെയധികം സാധ്യതയുള്ള ഒരു കാര്യമാണ്. വളരെയധികം ശ്രദ്ധിച്ച് വാക്കുകൾ ഉപയോഗിക്കുക. പറ്റുമെങ്കിൽ മൗനത അനുഷ്ഠിക്കുകയാണ് നല്ലത്. അതിപ്പോൾ എനിക്ക് പറ്റത്തില്ലല്ലോ. ഇത് കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് എനിക്ക് പറ്റില്ല. എങ്കിലും ശ്രദ്ധിക്കുക. പിന്നെ ഇവർക്ക് ഡയറക്റ്റായിട്ട് 5 ഗ്രഹങ്ങൾ ഇവിടെ അനുകൂലമായിട്ടുണ്ട്. ഡിസംബർ 5-ാം തീയതിയൊക്കെ ആകുമ്പോഴത്തേക്ക് വ്യാഴം അനുകൂലമാവും. അപ്പോഴത്തേക്ക് തുലാം രാശിക്കാരുടെ ഒരു വലിയ നേട്ടങ്ങളുടെ ഒരു കാലഘട്ടം വരാൻ പോവുകയാണ്. 10, 40, 50 ദിവസം. ഓക്കെ. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ബന്ധങ്ങൾ ഊഷ്മളമാവും. ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കും. പൊതുരംഗത്ത് ഉയർച്ചയുണ്ടാവും. സാങ്കേതിക മികവ് കൊണ്ട് ഇവർക്ക് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റും. ഇനി നേട്ടമുള്ള രാശി എന്ന് പറയുന്നത് മകരരാശിയാണ്. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. കാര്യമായി പ്രതികൂലമായിട്ട് ഗ്രഹങ്ങളൊന്നുമില്ല. 7 ഗ്രഹങ്ങൾ അനുകൂലമാണ്. ഇവർക്ക് ഉല്ലാസയാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും അവസരമൊരുങ്ങും.
വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, ഗൃഹലാഭം, വാഹനലാഭം, അതുപോലെ തന്നെ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഇവർക്ക് വിജയസാധ്യത നിലനിൽക്കും. പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉയർച്ച, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച, നിയമപരമായ കാര്യങ്ങളിൽ നേട്ടം, കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടം, പിതൃസ്വത്ത് ലഭിക്കാം. പിതൃസ്വത്തിൽ നിന്ന് കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടം കൊയ്യാൻ അവസരമുണ്ട്. പിന്നെ വൃശ്ചിക മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, സന്താന ഗുണം, പിതൃഗുണം ഇവ അനുഭവത്തിൽ വരും. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. നവംബർ 30, ഡിസംബർ 1 തീയതികളിൽ രാവിലെ 4:58 AM മുതൽ 5:46 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. നവംബർ 30, ഡിസംബർ 1 തീയതികളിൽ. അഭിജിത്ത് മുഹൂർത്തം നവംബർ 30-ാം തീയതി രാവിലെ 11:52 AM മുതൽ 12:38 PM വരെയാണ് നവംബർ 30-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. ഡിസംബർ 1-ാം തീയതി രാവിലെ 11:53 AM മുതൽ ഉച്ചയ്ക്ക് 12:38 PM വരെയാണ് ഡിസംബർ 1-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം നോക്കാം. നവംബർ 30-ാം തീയതി വൈകിട്ട് 4:31 PM മുതൽ വൈകിട്ട് 5:57 PM വരെയാണ് നവംബർ 30-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 30/11/2025 5 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 3, 2, 1, 9, 8 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 1/12/2025 ഡിസംബർ 1-ാം തീയതി 4 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 1, 2, 9, 8, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം. ഞായറാഴ്ച നവംബർ 30-ാം തീയതി ചുവപ്പ്, ഡിസംബർ 1-ാം തീയതി തിങ്കളാഴ്ച നീല, വെള്ള അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.